സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. മലയാളത്തിലെ ഒരു സൂപ്പർ നായികയുടെ സ്കൂൾ കാലഘട്ടത്തിലെ ഗ്രൂപ്പ് ഫോട്ടോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ക്ലാസ് ഫോട്ടോയിലെ താരത്തെ കണ്ടെത്താമോ എന്ന ചോദ്യവുമായി ഗ്രൂപ്പുകളിലൊക്കെ ചിത്രം എത്തിയതോടെയാണ് സംഭവം ശ്രദ്ധിക്കപ്പെട്ടത്. മലയാളത്തിലെ ഒരു സൂപ്പർ നായികയുടെ പഴയകാല ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. സ്കൂൾ സമയത്തുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണത്. ഈ ക്ലാസ് ഗ്രൂപ്പ് ഫോട്ടോയിൽ ഒരു താരമുണ്ട്. അത് ആരാണെന്ന് കണ്ടെത്താമോ എന്ന ചോദ്യവുമായി ചിത്രം ഫേസ്ബുക്ക് പേജുകളിലും മറ്റു ഗ്രൂപ്പുകളിലുമൊക്കെ എത്തിയതോടെയാണ് ചിത്രം പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഫോട്ടോയിലുള്ള തങ്ങളുടെ പ്രിയ നായിക ആരാണെന്ന് ആരാധകർ കണ്ടെത്തുകയും ചെയ്തു. മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരാണ് ഈ സ്കൂൾ കാല ഗ്രൂപ്പ് ഫോട്ടോയിലെ താരം. ചിത്രത്തിൽ മുൻനിരയിൽ ഇരിക്കുന്നവരിൽ ഇടതുനിന്ന് രണ്ടാമതാണ് മഞ്ജു. കൂടുതൽ പേര് മഞ്ജുവാണ് ചിത്രത്തിലെന്ന് കണ്ടുപിടിച്ചു. യൂണിഫോം ചുരിദാർ അണിഞ്ഞ് നീണ്ടമുടി പിന്നി മുന്നിലേക്കിട്ട് തനി നാടൻ ലുക്കിലാണ് ചിത്രത്തിൽ മഞ്ജു ഉള്ളത്. ചിത്രം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. സ്കൂൾ പഠനകാലത്ത് മഞ്ജു കലാതിലക പട്ടം അണിഞ്ഞിരുന്നു. നൃത്തത്തിലൂടെയാണ് മഞ്ജു അഭിനയത്തിലേക്ക് എത്തിയത്. താരത്തിന്റെ സ്കൂൾ സമയത്തെ ചിത്രവും ഇപ്പോഴത്തെ ലുക്കും തമ്മിൽ നോക്കിയാൽ കൂടുതൽ ചെറുപ്പമായെന്നാണ് ആരാധകർ പറയുന്നത്. മലയാള സിനിമയിൽ തൻ്റെതായ മുദ്ര പതിപ്പിച്ച അഭിനേത്രിയാണ് മഞ്ജു വാര്യർ. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ മഞ്ജു പ്രതിഭ തെളിയിച്ചിരുന്നു. 2 വർഷം തുടർച്ചയായി കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കലാതിലക പട്ടം നേടിയ മഞ്ജു നൃത്തത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത്. മലയാളത്തിൽ വ്യക്തിത്വമുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ കുറയുമ്പോഴുണ്ടാകുന്ന ചർച്ചകളിൽ പലപ്പോഴും മഞ്ജു വാര്യർ എന്ന പേര് ഒന്നാമതായി ഉയർന്നിരുന്നു. 16 വർഷങ്ങൾക്ക് ശേഷം 2016 ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ അവർ ശക്തമായ തിരിച്ചുവരവ് നടത്തി. തുടർന്ന് റാണി, പത്മിനി എന്നീ ചിത്രങ്ങളിലും മഞ്ജു വാര്യർ അഭിനയിച്ചു. കന്മദം, ആറാം തമ്പുരാൻ, കണ്ണെഴുതി പൊട്ടും തൊട്ട് തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെപ്പോലെ തന്നെ ജീവിതത്തിലും ശക്തമായ മനസ്സോടെ ജീവിക്കുന്ന വ്യക്തിയാണ് മഞ്ജു വാര്യർ. തൻ്റെ 18ാമത്തെ വയസ്സിൽ സല്ലാപം എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രം അവതരിപ്പിച്ച് ശ്രദ്ധേയായി. അതിൽ നായകനെ അഭിനയിച്ചത് ദിലീപായിരുന്നു. അതിനുശേഷം ഏകദേശം 20ഓളം മലയാള സിനിമകളിൽ 3 വർഷത്തെ കാലയളവിൽ വ്യക്തിത്വമുള്ള ഒട്ടേറെ നായിക കഥാപാത്രങ്ങളിലൂടെ മഞ്ജു പ്രേക്ഷകരെയും സഹപ്രവർത്തകരെയും ഒരുപോലെ വിസ്മയിപ്പിച്ചു. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മഞ്ജുവിന് മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. 1999 കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശവും ലഭിച്ചു. നടൻ ദിലീപുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം മഞ്ജു വാര്യർ സിനിമ അഭിനയം നിർത്തുകയായിരുന്നു. തുടർന്ന് ഭർത്താവും മകൾ മീനാക്ഷിയുമൊത്ത് സന്തുഷ്ട കുടുംബജീവിതം നയിക്കുകയായിരുന്നു മഞ്ജു. എന്നാൽ വർഷങ്ങളുടെ ദാമ്പത്യത്തിനൊടുവിൽ ഇരുവരും വേർപിരിഞ്ഞു. തുടർന്ന് 14 വർഷങ്ങൾക്ക് ശേഷം 2012 ഒക്ടോബർ 24-നാണ് മഞ്ജു വാര്യർ വീണ്ടും അരങ്ങിലെത്തിയത്. ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് ഇവർ നൃത്തം ചെയ്തത്. ഇപ്പോൾ സിനിമയിൽ സജീവിയായ മഞ്ജു സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലെ സ്ഥിരം സാന്നിധ്യമാണ്. മോഹൻലാൽ നായകനാകുന്ന ലൂസിഫറാണ് മഞ്ജുവിന്റെ പുതിയ റിലീസ്. തമിഴിൽ ധനുഷിന്റെ നായികയായി അസുരൻ എന്ന ചിത്രത്തിലാണ് മഞ്ജു ഇപ്പോൾ അഭിനയിക്കുന്നത്. എന്റർടൈൻമെന്റ് മലയാളി ലൈഫ്.